തോരണമല, തമിഴ്നാടിൻ്റെ മനോഹരമായ ഗ്രാമപ്രദേശത്തിൻ്റെ കാഴ്ചകൾ വിസ്മയം തീർക്കുന്ന പ്രദേശം. ഗ്രാമജീവിതത്തിൻ്റെ നേർക്കാഴ്ചകൾ അനുഭവമാകുന്ന സ്ഥലം. എന്നെ 1200 പടികൾ താണ്ടി ദേവസങ്കല്പങ്ങൾക്കൊപ്പം ഒരു വലിയ മലയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളുടെ അതിമനോഹരമായ കാഴ്ചകൾ ആസ്വാദനമാകുന്ന സ്ഥലം. തെന്മല തെങ്കാശി വഴി കുറ്റാലം കണ്ട് ഞങ്ങൾ തോരണമല തേടി ഇറങ്ങിയതാണ്. സ്ഥലത്തെക്കുറിച്ചുള്ള ചെറിയൊരു കേട്ടറിവും കൊണ്ട്. இந்த உலகத்தில் ஜீவன் தான் நிற்கும், உடல் நிற்காது. ஆனால் இவன் உடலை தான் பேணுதான், ജീവനെ പേണത് കർമ്മ വച്ചാത്തിക്കിട്ടേ പോകണം. തേടിയെത്തിയ സ്ഥലം തമാശകൾ കൊണ്ടും പല അനുഭവങ്ങൾ കൊണ്ടും നെഞ്ചോട് ചേർത്ത് പിടിച്ച് തിരികെ മടങ്ങിയ ഒരു പ്രദേശമാണിത്. ഇന്നത്തെ കാഴ്ചകൾ തോരണമലയുടേതാണ്. ഫോർ ദ മ്യൂസിക്കിലേക്ക് സ്വാഗതം. പതിവ് പോലെ അതിരാവിലെ യാത്ര തുടങ്ങിയതാണ്. എനിക്കൊപ്പം ഇന്ന് അപ്പുവുണ്ട്. നല്ല തണുപ്പും അടിപൊളി സ്ഥലവും കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഞാൻ കൂടെ കൂട്ടിയതാണ്. ഇടയ്ക്ക് നല്ല അടിപൊളി ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നും ഞങ്ങൾ ഫുഡ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു. തെങ്കാശി വഴിയും കുറ്റാലം വഴി നമുക്ക് തോരണമലയിലേക്ക് പോകാം. കുറച്ചുകൂടി കുറ്റാലം വഴി പോകുന്നതാണ് ദൂരക്കുറവ്. മാപ്പിട്ടാൽ കറക്റ്റാണ്. അങ്ങനെ യാത്രയൊടുവിൽ തോരണമലയ്ക്ക് അടുക്കാറായി. ദൂരെ നിന്ന് തന്നെ ഒരു വിസ്മയം പോലെ തോരണമല എന്ന വലിയ മല റോഡിലൂടെ യാത്ര ചെയ്ത് അടുക്കാറാകുമ്പോൾ കാണാൻ സാധിക്കും. നല്ല വൈറ്റ് കളറിൽ എന്തോ ഒന്ന് മലയുടെ ഏറ്റവും മുകളിലുള്ള പാറയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തോരണമലയുടെ ദൂരക്കാഴ്ചകൾ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റും. വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. ബൈക്ക് തണൽ നോക്കി പാർക്ക് ചെയ്തു. ഏകദേശം 9 മണി ആവാറാവുന്നു. നല്ല വെയിലുണ്ട്, അതുപോലെ നല്ല ചൂടും. ഇത്രയും ചൂടും വെയിലും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഇവിടെയുള്ള ചെറുകടകളുടെ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് നടന്നു. നല്ല വിലക്കുറവിൽ കളിപ്പാട്ടങ്ങളും വളകളും മാലകളും വീട്ടിലേക്കൊക്കെ വേണ്ട ചെറുകിട സാധനങ്ങളുമുണ്ട്. കരിമ്പിൻ ജ്യൂസിന് തന്നെ 10 രൂപയുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ 40ഉം 50ഉം രൂപയല്ലേ. കുഞ്ഞിന് വാങ്ങാൻ കുറച്ച് കളിപ്പാട്ടങ്ങൾ കണ്ടുവെച്ച് മുന്നോട്ട് നടന്നു. തിരികെ വരുമ്പോൾ വാങ്ങാനായിട്ട്. ഇതൊക്കെ കണ്ടിങ്ങനെ നടക്കാൻ നല്ല രസമല്ലേ. എൻ്റെ ഏറ്റവും ഫേവററ്റ് കാര്യമാണ്. ഒരുപാട് ചെറുകടികളും ജ്യൂസുകളും ഒക്കെ അവൈലബിൾ ആണ്. തരക്കേടില്ലാത്ത ബിസിനസ്സും ഉണ്ട്. അതിരാവിലെയാണ് ഇവിടെ കൂടുതലും ആളുകൾ എത്തുന്നത്. ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് മുകളിലേക്ക് നടന്നു. നല്ല വെയിലായതുകൊണ്ട് മുകളിലേക്ക് നടന്നു കയറുന്ന കാര്യം ആലോചിക്കാൻ കൂടി വയ്യ. എൻ്റെ പൊന്നോ, അത്രയ്ക്ക് ചൂടാണ്. ഞാൻ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് വന്ന എൻ്റെ അപ്പുക്കുട്ടൻ ഈ വെയിലും ചൂടും കണ്ട് കട്ട കലിപ്പിലാണ്. എന്തായാലും മുന്നോട്ട് തന്നെ നടക്കാൻ തീരുമാനിച്ചു. താഴ്ഭാഗത്തായിട്ടൊരു ഗണപതി കോവിലുണ്ട്. ഗണപതി കോവിലിൻ്റെ സൈഡിലൂടെ വേണം മുകളിലേക്ക് നടന്നു കയറേണ്ടത്. ഗണപതി കോവിലിൻ്റെ സൈഡിലൂടെ മുകളിലേക്ക് ഞങ്ങൾ നടന്നു കയറി തുടങ്ങി. എല്ലായിടവും നല്ല വൃത്തിയാക്കിയിട്ടിരിക്കുന്നു. എവിടെയും പൂമാലകളുടെയും മഞ്ഞൾപ്പൊടിയുടെയും കർപ്പൂരത്തിൻ്റെയും ഭസ്മത്തിൻ്റെയും ചന്ദനത്തിരികളുടെയും ഒക്കെ ഗന്ധം. ഈ അന്തരീക്ഷവും ഈ ഒരു വൈബും നമ്മളെ വല്ലാതെ ആകർഷിക്കും. ഇവിടെ നിന്ന് അങ്ങോട്ട് മലകയറ്റം തുടങ്ങുകയാണ്. കുത്തനെയുള്ള കയറ്റം ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. എന്നെ പതക്കുമ്പോ എന്തൊക്കെയോ പറയണമെന്നുണ്ട്. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കല്ലേ. ഈ എന്തൊരു സ്ഥലത്തിൻ്റെ പേര് തോരണമല. എല്ലാം പറഞ്ഞുപോയി. തോരണമല ഇതൊക്കെ അടിച്ചു നോക്കിയപ്പോൾ നല്ല പ്രശാന്ത സുന്ദരമായ സ്ഥലം. ചുറ്റും മരങ്ങൾ. നടന്നു പോകുന്ന വഴിയാണെങ്കിൽ മൊത്തം തണുപ്പ്, തണൽ. ഇതിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടുത്തെ അവസ്ഥ. എങ്ങാണ്ട് 1200 പടികളോളം ഉണ്ട് നടന്നു കയറാനായിട്ട്. ഞങ്ങളിപ്പോൾ 10-200 പടിയായതേ ഉള്ളൂ. എങ്ങനെ മുകളിലോട്ടെത്തുമോ എന്തോ. ആ പെയിൻ്റ് അടിച്ച പാറ, പെയിൻറ്റ് വീണ് കിടക്കുന്ന പാറയില്ലേ, ആ പാറയുടെ വിഷയിൽ നമ്മളിങ്ങനെ മേപ്പോട്ട് നോക്കുമ്പോൾ വീണ്ടും ഉയർന്നു വരുന്നതല്ല തോന്നുന്നത്. എനിക്കങ്ങനൊന്നും തോന്നത്തില്ല. എൻ്റെ പൊന്നെ നട്ടുച്ച പോലെ ഒരു ടൈമായിപ്പോയി. 9 മണി രാവിലെ ഇറങ്ങിയതാണ്, പക്ഷേ സമയത്തിനെത്താൻ പറ്റിയില്ല. ഇനിയിപ്പോൾ കയറാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ. നല്ല എന്താ പറയുന്നത്, നല്ല
നട്ടക്കണ്ണി വെയിലെന്ന് പറയത്തില്ലേ, അങ്ങനത്തെ അവസ്ഥയാണ്. ഭയങ്കര ചൂടും നല്ല വെയിലും. ഇവിടേക്ക് ഈ സിംഹവാലൻ കുരങ്ങും നമ്മുടെ സാധാ ടൈപ്പ് കുരങ്ങന്മാരും കറങ്ങി നടപ്പുണ്ട്. മുകളിലേക്ക് കയറി പോകുന്നതിനനുസരിച്ച് ചുറ്റുമുള്ള കാഴ്ചകൾക്ക് ഭംഗി കൂടി വരുന്നു. ഇടവിട്ട് കുടിവെള്ളത്തിനായിട്ട് പൈപ്പ് ലൈനുണ്ട്. വെള്ളം കുടിക്കാൻ അതിനെ ഡിപ്പെൻഡ് ചെയ്യാം. നല്ല വൃത്തിയാണ്. എൻ്റെ കൂടെ തോരണ മല കാണാൻ വന്നതാ. അപ്പോൾ വേർപ്പ് തോരാതെ മലയിൽ നിൽക്കുക. ഇങ്ങോട്ട് നോക്കിയേ, കടങ്ങാതെ. നമ്മളിപ്പം ഒരു 10-350 പടിയായി കാണും. ഒരു 900 പടിയും കൂടെ ബാക്കിയുണ്ട്. കയറി പറ്റാൻ പറ്റും. പറ്റും. ഉള്ളി കിടക്കുക. കയറി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ഒരു ടൈമൊക്കെ കയറി വരുന്നത് നമുക്ക് നല്ല ക്ഷീണം ഉണ്ടാവും. നല്ലൊരു ഡിസ്റ്റൻസ് നമ്മൾ കയറി പോകാനായിട്ടുണ്ട്. ഏകദേശം 1200 പടികളോളം മുകളിലേക്ക് നടന്ന് കയറാനായിട്ടുണ്ട്. നേരത്തെ ഇങ്ങനെ പടികളല്ലായിരുന്നു, കയറി പോകുന്നൊരു നടവഴി പോലായിരുന്നു. പിന്നീട് ഇപ്പം അടുത്ത ടൈമിൽ ഇവിടെ തിരക്ക് കൂടി വന്നപ്പോഴത്തേക്ക് പടികൾ നിർമ്മിച്ചതാണ്. പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കയറിപ്പോകുന്ന പടികൾക്കെല്ലാം അടുത്ത കാലത്ത് നിർമ്മിച്ചതായതുകൊണ്ട് വൈറ്റ് സിമെൻറ്റ് അല്ലെങ്കിൽ എനിക്കൊന്ന് വൈറ്റ് പ്രൈമറോ അങ്ങാണ്ട് അടിച്ചേക്കാണ്, വൈറ്റ് പെയിൻറ്റോ അടിച്ചേക്കാണ്. അപ്പോൾ നമുക്ക് കയറി പോകുന്ന സമയത്ത് ഈ സൂര്യപ്രകാശം കൊണ്ട് ഭയങ്കര റിഫ്ലക്ഷനാണ്. നമുക്ക് പടിയിലോട്ട് നോക്കാനേ പറ്റത്തില്ല. ഈ ഒരു ടൈമിലൊക്കെ വന്നാൽ ഇച്ചിരി ഉച്ച സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കയറുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നല്ല വെയിലാണ്. അത് മാത്രമല്ല തണൽ മരങ്ങൾ തീരെ കുറവാണ്. ഈ പടി അടുത്ത സമയത്ത് നിർമ്മിച്ചതായതുകൊണ്ട് മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അത് വളർന്നു കയറി വരുമ്പോഴത്തേക്ക് പിന്നെ പ്രശ്നമില്ല. ഇപ്പം മരങ്ങൾ ചുറ്റുവട്ടത്ത് കുറവാണ് ഈ പടി നിൽക്കുന്ന ഭാഗത്ത്. അപ്പം നമ്മൾ തണലൊന്നും ഇല്ലാതെ നല്ല സൂര്യപ്രകാശം വെട്ടമടിച്ച് നല്ല എന്താ പറയുക ക്ഷീണിക്കും നമ്മൾ. താഴെ കടകളൊക്കെ ഉണ്ട്, അവിടുന്ന് വെള്ളമൊക്കെ കരുതിക്കൊണ്ട് കയറുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അടുത്ത കാലത്താണ് ഇത്രയും ഒരു പബ്ലിസിറ്റി ഈ ഒരു സ്ഥലത്തിന് കിട്ടുന്നത്. ഒരുപാട് മുമ്പ് ഇവിടെ ഈ ക്ഷേത്രവും ആരാധനയൊക്കെ ഉള്ളതായിരുന്നു. പക്ഷേ ഈ ഒരു അടുത്ത ടൈമിൽ ഇവിടെ നല്ല രീതിയിൽ ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ ഒരു ടൂറിസം സ്പോട്ടല്ല, ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ്. പക്ഷേ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇങ്ങോട്ടേക്ക് വരികയും ഈ സ്ഥലങ്ങൾ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. വർഷത്തിൽ ഒരുപാട് ആൾക്കാർ എത്തിച്ചേരുന്ന ഒരു സ്പോട്ട് കൂടിയാണ്. മനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ, മനോഹരമായ ഒരു പ്രദേശമാണ്. നമുക്ക് ഈ ഒരു തെങ്കാശി ഈ ഒരു പ്രദേശത്തിൻ്റെ ഭാഗം നമുക്ക് നല്ല ഡിസ്റ്റൻസിൽ കാണാൻ പറ്റും. തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേകതയല്ലേ, നല്ല നിരപ്പുള്ള സ്ഥലങ്ങളാണ് ഒട്ടുമിക്ക ഏരിയയും. ചിലയിടങ്ങളിൽ ആയിട്ട് കുന്നും, അപ്പോൾ നമുക്ക് വലിയ ഉയരമുള്ള കുന്നുകളല്ല, നല്ല നിരപ്പുള്ള സ്ഥലമാണ്. ഇത് കുറച്ച് നല്ല പൊക്കമുള്ളൊരു മലയാണ്. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ നല്ല ദൂരത്തോളം ഡിസ്റ്റൻസിൽ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റും. ഈ ലൊക്കേഷനിലുള്ള കൃഷിയിടങ്ങളും ഒക്കെ കാണാൻ നല്ല മനോഹരമാണ്. അതുമാത്രമല്ല ഇങ്ങോട്ടേക്കുള്ള വഴി തന്നെ കണ്ടില്ലായിരുന്നു, നല്ല രസമല്ലായിരുന്നു. ചുറ്റുവട്ടത്തൊക്കെ ഒരുപാട് കൃഷിയിടങ്ങളുണ്ട്, പലതരത്തിലുള്ള കൃഷിയിടങ്ങളുണ്ട്. അതിനകത്ത് ചിലയിടങ്ങളിലൊക്കെ പൂച്ചെടികളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്, പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ട്, നെൽപ്പാടങ്ങളുണ്ട്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇങ്ങോട്ടേക്ക് വരുന്ന ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നെൽപ്പാടങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലായിട്ടുണ്ട്. അപ്പം ആ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു എക്സ്പീരിയൻസ് ഏറ്റവും നല്ലതാണെന്ന് പറയാം. ഇങ്ങോട്ടേക്കുള്ള യാത്രയിലെ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് നമ്മൾ കേരള തമിഴ്നാട് ബോർഡർ ഇറങ്ങിക്കഴിയുമ്പോൾ നെൽപ്പാടങ്ങൾ ഒരുപാടുണ്ട്. ആ ഒരു ഭാഗമൊക്കെ നല്ല പച്ചപ്പിൽ കാണാൻ അടിപൊളിയാണ്. അതിൻ്റെ വിഷ്വൽസാണ് നമ്മൾ ആദ്യമൊക്കെ കണ്ടത്. അങ്ങനെ ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. ആ ഒരു ആദ്യം കണ്ടൊരു ഏരിയ മാത്രമല്ല, ഇങ്ങോട്ടേക്കുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നമ്മൾ നല്ല അടിപൊളി നെൽപ്പാടങ്ങൾ കാണാൻ പറ്റും. നമ്മൾ പാലക്കാടൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന അല്ലെ നമ്മുടെ മനസ്സിൽ പാലക്കാടൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ ഇങ്ങനെ കയറിപ്പോകുന്ന വഴികളിലൊന്നും റൂഫൊന്നും ഇല്ല കേട്ടോ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുമുണ്ട്. റൂഫൊന്നും മണ്ടയിലില്ല. അപ്പം നല്ല വെയിലാണ്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ മണ്ഡപങ്ങളുണ്ട്. ആ മണ്ഡപങ്ങളിലൊക്കെ കയറിയിരിക്കുന്നതാണ് ഒരു ആശ്വാസം. പഴയ പടിയാണ്. ആ പടിക്ക് പകരം ഇപ്പം നിർമ്മിച്ചതാണ് നമ്മൾ ഈ കാണുന്ന പടി. എടുക്കണോ? എന്തോ പേര്? തൂത്തുക്കുടി. പേര്? സ്ഥലവും? തൂത്തുക്കുടി. രാവിലെ തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് വൈകിട്ട് 3 മണി വരെ നമുക്കിവിടെ ദർശനം നടത്താം. അത് കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് കയറ്റിവിടില്ല. ചുറ്റും വനവും വന്യജീവികളും നിറങ്ങിയ ഇടമായതുകൊണ്ടാണ്. വൈകിട്ടൊക്കെ വന്യജീവികളുടെ ശല്യം വളരെ കൂടുതലാണ്. ആ ഒരു കാരണം കൊണ്ട് വൈകിട്ട് 3 മണി വരെയാണ്
മുകളിലേക്കുള്ള പ്രവേശനം. ഇടയ്ക്കുള്ള മണ്ഡപങ്ങൾ പല ശില്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അതിലെവിടെയും അഗസ്ത്യാർ മുനിയുടെ ശില്പം കാണാം. അതിനൊരു കാരണമുണ്ട്. പുരാണങ്ങളിലെ അഗസ്ത്യാർ മുനി ഇവിടെ താമസിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഔഷധ ഗവേഷണങ്ങളും പഠനങ്ങളും ഒക്കെ നടന്നതായി പറയപ്പെടുന്ന സ്ഥലം ഇവിടെയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. തോരണമലയുടെ ഹിസ്റ്ററി തപ്പിയപ്പോൾ കണ്ടതാണ്. എന്ത് പേര് കുഞ്ഞിൻ്റെ? എന്ത് പേര്? പേരെന്നാ? சொல்லுவோம் பேர் என்ன பேரு சொல்லு கன்சிகா சொல்லு ചുറ്റുമുള്ള കാഴ്ചകളെക്കാൾ ഭംഗി ഇവിടേക്കെത്തുന്ന മനുഷ്യരുടെ മനസ്സുകൾക്കാണ്. നല്ല സൗഹൃദം നിറഞ്ഞ പെരുമാറ്റവും ചിരിയോടുകൂടിയുള്ള മുഖങ്ങളും മാത്രം ഈ ചൂടത്തും തളരാതെ മുകളിലേക്കെത്താൻ ഞങ്ങൾക്ക് ഇന്ധനമായത് അതാണ്. ഒരുപക്ഷെ ഈശ്വരനെ തേടിയല്ലേ മുകളിലേക്ക് ഓരോ പടികളും കടന്നത്. നമ്മുടെ മനസ്സിലും പെരുമാറ്റത്തിലും ദൈവമുണ്ടെങ്കിൽ, ദൈവത്തിന് നിരക്കുന്ന പ്രവൃത്തികളുണ്ടെങ്കിൽ നമ്മളിലേക്ക് എത്തുന്ന മനുഷ്യരിലൂടെ തന്നെ നമ്മൾ മുകളിലേക്കെത്തും അല്ലേ? നമ്മുടെ പ്രവൃത്തികൾ തന്നെയല്ലേ നമ്മളെ ഈശ്വര തുല്യമാക്കുന്നത്. காட்டுது புரியலையா? இந்த 3 வரல காட்டுதுங்களா? எதுக்கு காட்டுது? கேடி கேட்க தெரியல. இப்படி போட்டா அனுது 3 கோடு பட்டை இப்படி போட்டா நாமம் 2 ஒன்று தான்ப்பா. உள்ள விடுதல மூச்சு, அதான் சிவன், ஆதி சிவன். இந்த உலகத்தில் ஜீவன் தான் நிற்கும், உடல் நிற்காது. ஆனால் இவன் நினச்சிதான் உடலை தான் பேணுதான், ஜீவனை பேணலை. கர்மா வச்சாத்துக்கிட்டே வரும். நம்ம செய்கிற புண்ணியம் தான் நிற்கும். 3 தான் மும்மூர்த்தி 3 இதான் 1 2 3. அவர் இடைக்காடத்தை பெருமாள் 10 அவதாரம் கேட்டிருக்காங்க, எது சிறந்தன்னு. அதுக்கு அவர் சொல்லியிருக்காரு, நான் ஏழை இடையன் இடிச்சுவாயன் இருக்காரு. கடவுள் எங்கே இருக்காரு சொல்லு? கிடையாது, உனக்குள்ளதான் இருக்கு. சித்தர்கள் சொல்லு உனக்குள்ளன்னு சொல்லு. நீ உடலாம் மூச்சு உள்கடன்னு சொல்லு, சொல்லிக்கிட்டே இரு. എൻ്റെ അപ്പുകൂട്ടൻ എന്തായാലും നല്ല സമയമാണ്. വഴിയെ പോകാതെല്ലാം വണ്ടി വിളിച്ച് ചെല്ലുന്നുണ്ട്. ഒരാൾ നിർത്തി അങ്ങ് ഉപദേശിച്ചു കൊടുത്ത്. എന്തുവായിരുന്നു? ആത്മാവ് എവിടെ ഇരിക്കുന്നതെന്ന്. ഇവിടെ ഇരിക്കുന്നത് വയറ്റിനകത്താണോ? അതെ, തെളി ഇരിക്കുന്നുണ്ട്. നമ്മളങ്ങനെ ഓൾമോസ്റ്റ് മുകളിലേക്ക് എത്തി. ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടോ, നല്ല ഭംഗിയുള്ള ഏരിയ അല്ലേ. ചുറ്റുവട്ടം ഈ ഒരു മലയുടെ ചുറ്റുവട്ടം ഒരു 360 ഡിഗ്രിയിൽ നമുക്ക് കാണാൻ പറ്റും. മനോഹരമായ സ്പോട്ടാണ് കേട്ടോ. ഈ ചൂട് സഹിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. നല്ല ഡിസ്റ്റൻസിൽ കാണാൻ പറ്റും. തെങ്കാശിയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളും നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളത് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. ചെങ്കോട്ട, തെങ്കാശി എല്ലാം നമുക്ക് ഈ ഒരു ചുറ്റുവട്ടത്ത് കാണാൻ പറ്റും. ശരിക്കും എത്രമാത്രം വികസനം നമ്മളെ അപേക്ഷിച്ച് ഇവിടെയൊക്കെ നടക്കുന്നു അല്ലേ? റിലീജിയസ് ടൂറിസത്തിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് തമിഴ്നാട്. അങ്ങനെ നമ്മൾ ഏറ്റവും മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെയൊക്കെ പണികൾ നടക്കുന്നതേ ഉള്ളൂ. പുതിയ ക്ഷേത്രം പൂർണ്ണമായും നിർമ്മിച്ചു കഴിഞ്ഞിട്ടില്ല. ഈ ചൂടത്ത് ഇങ്ങനെ നിലത്തിരിക്കുന്ന ആളുകളെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കയറി വരുന്ന ഭാഗത്ത് തന്നെയാണ് പ്രധാന കോവിലുള്ളത്. മുരുക ഭഗവാനാണ് പ്രധാന പ്രതിഷ്ഠ. പിന്നിൽ കാണുന്ന വലിയ പാറയുടെ ഉള്ളിലായി ഒരു ചെറിയ ഗുഹ പോലെ വരുന്ന ഭാഗത്താണ് പ്രധാന പ്രതിഷ്ഠയുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ശ്രീകോവിലായിട്ട് ഇവിടെ ഇല്ല. മുന്നിൽ ഇപ്പോൾ കാണുന്ന മണ്ഡപത്തിൻ്റെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത്. പൂർണ്ണമായും കല്ലുകൊണ്ടാണ് നിർമ്മാണം. അകത്ത് കയറി ദർശനം നടത്തി ഞങ്ങൾ പുറത്തേക്കിറങ്ങി. മുന്നിലായ അന്നദാന മണ്ഡപങ്ങളും വിശ്രമിക്കാനുള്ള ഏരിയയും നിൽക്കാനുള്ള ഇടങ്ങളും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. പണികൾ ഏകദേശം തീരാറായി എന്ന് പറയാം. ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് വീണ്ടും നടന്നു. ഒരു ദേവിയുടെ ക്ഷേത്രം കൂടിയുണ്ട്. പണ്ട് മുതലുള്ളൊരു ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഒരു പഴയ ശ്രീകോവിലാണ്. ഈ ഭാഗത്തെ താഴ്വാര കാഴ്ചകൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. എന്തൊരു ഭംഗിയുള്ള പ്രദേശങ്ങൾ. ചുറ്റും നിരപ്പായ സ്ഥലങ്ങളാണ്, എല്ലാം കൃഷിയിടങ്ങൾ. അതുകൊണ്ട് തന്നെ ചുറ്റും പച്ചപ്പാണ്. അങ്ങിങ്ങായി ചെറിയ കുന്നുകളും. നിരപ്പായ സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല ദൂരത്തോളമുള്ള കാഴ്ചകൾ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഓരോ കാഴ്ചകളും ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സോടെ ഞങ്ങൾ കണ്ട് ആസ്വദിച്ചു. അത്രയ്ക്ക് മനോഹരമായ പ്രദേശങ്ങളും കാഴ്ചകളുമാണ്. ഇവിടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കണ്ടു നിന്നാൽ തന്നെ സമയം പോകുന്നത് അറിയില്ല. ഒരു തീർത്ഥാടന കേന്ദ്രമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇവിടേക്ക് എത്തുന്നവർ നൽകുന്ന പൂജകളും ഒക്കെ കുറച്ചു നേരം കണ്ടു നിന്നു. ഇവിടുത്തെ കാറ്റിന് പോലും പൂജാദ്രവ്യങ്ങളുടെയും പൂക്കളുടെയും മണമാണ്. ആ ഒരു വൈബ് പറഞ്ഞറിയിക്കാൻ പോലും വയ്യ. മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷം ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ കിട്ടുമെന്ന് പറയാം. അങ്ങനെ തോരണമലയുടെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.
ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താനും മറക്കരുത്. മറ്റൊരു കാഴ്ചയുമായി നമുക്ക് വീണ്ടും കാണാം.